എന്ത് പശയും തെർമോക്കോളും വെച്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവനൊക്കെ ജനിച്ചതിന്റെ ലീഡറാവിന് മിനിറ്റിലുണ്ടാക്കാനും നമുക്കിത് ഇനി പഠിക്കണം. അമ്പാടി ചെയ്ത ഈ ഒരു എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ? ആ, എല്ലാവരും ഒന്ന് കൈയടിക്കേ. ഒരു പ്രാവശ്യം അടിച്ചില്ലേ, പിന്നെ ഒന്നും നീ വീണ്ടും അടിക്കുന്നത്? ഇതുപോലുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത്. ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. എന്തിനാ? ഗ്രേസ് മാർക്കിന് വേണ്ടി, ചുമ്മാ ആർക്കോ വേണ്ടി ഒക്കാനിക്കാനായിട്ട്. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഇവിടെ അമ്പാടി ഒരു എക്സാമ്പിൾ. ടാലൻറ്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല. സാറേ, ചന്ദ്ര സാർ വിളിക്കും. ആ വിജയ, ഓ, ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം. ആ, സ്റ്റോർ റൂമിൽ വെച്ചാൽ മതി, സൂക്ഷിക്കണം. ഓ ശരി സാർ. ആ പിന്നെ ആ, എന്തേലും കൊണ്ടാന്ന് മൂടിയേക്ക്. ആ, ഇവിടെ പിടിക്കാൻ. എന്ത്? നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ഹലോ വിജയൻ ചേട്ടാ, ഗ്രൗണ്ടിലോട്ട് വാ. പിന്നെ ബോധം കെട്ട്. ഓ, വീണ്ടും വീണ? ഓ, എന്തോ പറയാനാ. സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരാൻ ചോദിക്കാൻ പഠിച്ചതാ. ഒരു ഒറ്റ ഓട്ടം വെയിൽ കൊണ്ട് പാപ്പം ബോധം കെട്ട്. ആ, ഞാൻ പറഞ്ഞു. ആ, സാർ അറിഞ്ഞില്ലേ? നമ്മളെ മേഡല്ലേ ചന്ദ്രചേട്ടൻ മരിച്ചുപോയി. അയ്യോ, കാരോടിച്ചല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പുള്ളി എണ്ണ തടവിയിരുന്നു. ആരും അറിഞ്ഞില്ല. എന്നായിരുന്നു? ഇന്ന് രാവിലെ. ഓ, മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. ആ, ഗുപ്തൻ സാറേ, അന്ന് വൈകാതെ കിടന്നപ്പോ നമ്മൾ പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ? അപ്പൊ ഗുപ്ത സാർ പോയായിരുന്നല്ലേ? അയ്യോ, സാറ് മാത്രമല്ല, ടീച്ചറും ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ലേ? മാങ്ങയല്ല സാർ, ആ, പേരയ്ക്ക. ആ, പേരയ്ക്ക. അതെ അതെ, അത് ഞാൻ മറന്നുപോയി. എപ്പോഴാ ചടങ്ങ്? 2 ദിവസം കഴിയും സാറേ. ഒരുത്തൻ വെളിയിലാണ്, ഐസ് ഒട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പേരയ്ക്കായിരുന്നെന്ന് മാത്രം മറന്നുപോയി. പ്രിയപ്പെട്ട മീനാക്ഷിക്ക്, നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യുകയാണ്. ഡേ, ഇതെങ്ങനെ അവളെ ടീച്ചർമാരടുത്ത് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ആ, ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. ഈ പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് ഈ പൈപ്പിൽ ഞാൻ വാങ്ങി വെച്ചേക്കായിരുന്നു. ഇന്ന് നല്ല അടിയായിരിക്കും. എല്ലാം ഇവൻ കാരണം. ഡേ, നമ്മളെ കൈ കഴിയുമ്പോ അറിയാതെ പൈപ്പ് പൊട്ടി, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും വാ. നിന്നെയൊക്കെ വടയോട്ട് വാ. സാറേ, ദാ യോമാരാ, ഞാൻ കണ്ടതാ. എന്താണ് ഇതൊക്കെ? എന്താ സാറേ? നിനക്കെന്താ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ, കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ, സത്യമായിട്ട് ഞങ്ങളല്ല ഇത്. നമുക്ക് അറിഞ്ഞൂടെ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ട നിൽക്കുമ്പോ സാറേ, അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി. അല്ല വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. സാറേ, ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. 4 പഠിച്ച കള്ളന്മാരാ സാറേ.
ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വന്നാണ് നിനക്കൊക്കെ? സാർ സത്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. കള്ളം പറയുന്നു. സാറേ നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ, നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ്, ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ചാ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ സത്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്നോടാ. പറയടാ, എന്നോട് സത്യം നിർത്തണോ? മതി സാറേ, പിള്ളേരല്ലേ? താൻ എന്താണോ ഈ കാണിച്ചത്? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തിയോടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാറേ, സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ? പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്, അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ? അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി, നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ, എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും മഴക്കൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനെ എന്താണെന്ന് വെച്ചായിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിൽക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരം വേണ്ട കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്ക്. മായ്ക്കല്ലേ മായ്ക്കല്ലേ മായ്ക്കല്ലേ. മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ്, സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി, പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കടി പിടിക്കുന്നോടാ. അതിങ്ങാടാ, തോടാ.
തരാൻ ദാ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ ബാടി സർ ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം. എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട. യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. സാറേ അമ്പാടിക്ക് മാത്രം ലീഡർ ആവുന്നൊന്നുമില്ലല്ലോ. ഇല്ല. ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 3 വോട്ട് കിട്ടും. വേറെ ആരി? സാർ ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്. എടാ, അതിനുവേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട. അമ്പാടി നിന്നോളൂ. സാറേ ശ്രീകുട്ടന്റെ പേരെടുത്ത ആർക്കും നിൽക്കാനോ ഇലക്ഷന്? അതെ, പിന്നെന്താ അവന് നിന്നാ? എന്തു പറ്റി? എന്താ ഇവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് തീർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ആ, ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിന് ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്ന് കേട്ടത്. ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷൻ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാറ് നല്ല കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ്ങ ശ്രീകുട്ട ഒപ്പിട. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു കാണി അവനെ കാണാതായി സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവനെ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ട ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓടുകയാണ് സുഹൃത്തുക്കളെ. അത് കാരണം എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ 2-3 ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു സുഹൃത്തുക്കളെ. ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പോൾ ഫോട്ടോ എടുക്കണ. ലൈവാ? അല്ല, എൻ്റെ മോൻ അന്ന് കാണാതായ. അയ്യോ, പിന്നെ കാണാതായ? അല്ല നിൽക്കണ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ജാംബവാന്റെ വിഷ്ണുവിന്റെ മിസ്സിംഗ് കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം. ഇതൊരു അച്ഛൻ്റെ എൻ്റെ പൊന്ന് സാറേ, എൻ്റെ മോനാണ് ഈ നിൽക്കണത്, വിഷ്ണു. മനസ്സിലായോ? ശരിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പറ്റിയ അബദ്ധം എന്റേതാണ്. ജാംബവാനെ അല്ല കാണാതെ പോയത്, ഞാനാണ് ജാംബവാനെ കാണാതെ. ജാംബവാനല്ല സാറേ, വിഷ്ണു. ശരി. മതി കട്ടി മതി മതിയുടെ കട്ടി വാ മതിയുടെ
ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാടാ? നമുക്ക് നോക്കണ്ണ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും 19 പേര് കണ്ടു. നീ ഇപ്പൊ എന്തെങ്കിലും കേട്ടണമൊക്കെയാണ്. വാടാ അണ്ണാ, ഈ ദേഷ്യത്തിൽ അവനൊന്നും ചെയ്യില്ലണ്ണ. ആ സാറുമാരെന്തത്ര നേരത്തെ? അണ്ണാ നാല് മിന്നൂസ്. മിന്നുസും പൊന്നുസൊന്നുമില്ല, ദിവസം വന്നോളും ഓസിന് കൂച്ചാൻ. ഡേയ് ചുമ്മാ പറഞ്ഞാണ്, മിന്നുസൊക്കെ തരാം. ഓ വേണ്ട. എടാ നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ, പിന്നെ എന്തെത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നും അല്ല, പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടൻ. ഓ, എന്തിന്? എന്തോ അമ്പാടിക്കിട്ടൊന്ന് പണിയാൻ. സീരിയസ് ആയിട്ടാണ്? ഉം. എടാ നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തനെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം. പിന്നെ മേസ്തരിയല്ലേ പണിയാൻ. ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് രമ്യ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. ആരോണിന്റെ പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെ? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ച് മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ് കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്?